വിചാരിച്ചതൊക്കെ സത്യമായിരിക്കോ? ഉള്ളിലെ ചോദ്യങ്ങൾ നന്ദന്റെ ആശങ്ക കൂട്ടി. തനിക്കെന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞേ? നന്ദൻ എന്താ പറയാൻ വന്നേ? പറയാം, ആദ്യം താൻ പറ. അത് നമുക്ക് ഫ്രണ്ട്സ് ആവാൻ പറ്റില്ലേ നന്ദ? ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചപ്പോൾ അവൻ നെറ്റി ചുളിച്ച് നോക്ക് മാത്രം ചെയ്തു. വേറൊന്നിനും വരില്ല ഞാൻ, ഉറപ്പ്. ജസ്റ്റ് ഫ്രണ്ട്സ്. അതെന്താ വേറൊന്നിനും വരാത്തെ? സന്ദേഹത്തോടെ നീണ്ടുവരുന്ന കയ്യിൽ അവൻ ഒട്ടും മടിക്കാതെ കൈ ചേർത്തു. ഫ്രണ്ട്സ്. പക്ഷെ പിടിവിടാൻ തോന്നിയില്ല. ഉക്കാറ് മീറ. വലിച്ചിരുത്താൻ നോക്കിയെങ്കിലും അവൾ മടിയോടെ കൈവലിക്കാൻ ശ്രമിക്കുന്നു. ഫ്രണ്ട് താനേ, അപ്പൊ ഉക്കാറില്ല. മീര മേലാകെ പുല്ലരിച്ച് ചുറ്റും നോക്കി. നന്ദ പ്ലീസ്. അവൻ കൈവിട്ടു. കൈകൾ രണ്ടും കൈവരിയിലൂന്നി. കുറച്ചു നേരം മുന്നേ തന്നെ റൂമിലേക്ക് വിളിക്കാൻ ധൈര്യം കാണിച്ചവളാണ് ഇപ്പോൾ ഒന്ന് ഒപ്പമിരിക്കാൻ മടിക്കുന്നത്. വേറെന്താ തനിക്ക് പറയാനുള്ളത്? വേറൊന്നുമില്ല. നമ്മൾ പഴയ പോലെ ഫ്രണ്ട് ആകണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. നന്ദൻ പറയനി. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് തിരിഞ്ഞു നിന്നു. വിരലുകൾ മുറുകി ഞെട്ടൊടിച്ചു. പറയാനല്ല മീറ, എനിക്കൊരുപാട് ചോദിക്കാനാവുള്ളേ, കേൾക്കാനാവുള്ളേ. എന്ത്? നെറ്റിയിലൂടെ വിരലുകൾ ഭീതിയോടെ പുരണ്ടു. തൻ്റെ വീട്ടിലെന്ന് എല്ലാം അറിഞ്ഞിരുന്നോ മീര? മിസ്സെന്ന് തൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിരുന്നോ? എന്തിനാ ഇപ്പൊ പഴയതൊക്കെ? അറിഞ്ഞില്ലേൽ എനിക്ക് ചിലപ്പോൾ ഭ്രാന്താകുണ്ടോ? ഞാനിത് പണ്ടേ കേൾക്കേണ്ടതായിരുന്നു തന്നോട്. കഴിഞ്ഞില്ല. അവൻ്റെ മുഖം താഴ്ന്നു. ഐ ആം എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. ആ 17 വയസ്സിൽ എനിക്ക് അതിനുള്ള മെച്യൂരിറ്റി ഉണ്ടായില്ല. പക്ഷെ ഇപ്പോഴെങ്കിലും എനിക്കെല്ലാം. ചോദ്യഭാരത്തോടെ നന്ദൻ അവളുടെ നേർക്ക് തിരിഞ്ഞു. സൊല്ല മുടിയുമോ? പറഞ്ഞതുകൊണ്ടൊന്നും മാറില്ലല്ലോ നന്ദ. കേൾക്കാൻ ഒരാളുണ്ടാവില്ലേടോ? ഇത്രയും നാൾ തനിക്കില്ലാതെ പോയത്. അതിനല്ലേ എന്നെ ഇപ്പൊ താൻ ഫ്രണ്ടാക്കാൻ നോക്കുന്നേ? അല്ലാണ്ട് പണ്ടത്തെ പോലെ വേറെ ഫ്രണ്ട്സ് ഇല്ലാത്ത ആളല്ലല്ലോ താൻ. അത് സത്യമാണ്. കോളേജിൽ എത്ര ഫ്രണ്ട് ഉണ്ടെങ്കിലും അവർക്കാർക്കും താൻ കൽപ്പിച്ച അതിരുകൾ താണ്ടാനുള്ള അനുമതി താൻ കൊടുത്തിട്ടില്ല, ഇനി കൊടുക്കുകയുമില്ല. നന്ദൻ അങ്ങനെയാണോ? എന്നതാ ആച്ചു മീറ? നന്ദൻ പറഞ്ഞ തന്നെ. എൻ്റെ വീട്ടിലെല്ലാം അറിഞ്ഞു വന്ന്. അവൻ ഭയം ഉമിനീരായി ഇറക്കി. എബ്ഡി? രാജീവേട്ടനല്ലേ അന്ന് വിളിക്കാൻ വന്നേ. ഏട്ടൻ തന്നെ എല്ലാം അറിഞ്ഞു. എങ്ങനെയെന്നത് അവൾ മറച്ചു. ഓൾറെഡി ഏട്ടൻ അന്ന് രാധികേച്ചിയുമുള്ള വഴക്കിൻ്റെ പേരിൽ നല്ല ദേഷ്യത്തിലായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതും കൂടി അറിഞ്ഞപ്പോൾ എൻ്റെ ബുക്സും തുണിയുമൊക്കെ രാജീവേട്ടൻ വാരിയിട്ട് കത്തിച്ചു നന്ദ. വാട്ട്? നന്ദൻ തലയിൽ കൈവച്ച് നിന്നുപോയി. കണ്ണ് വെള്ളത്തുള്ളികളാൽ മൂടി. മീര നോക്കി വിളറി പുഞ്ചിരിച്ചു. അവരുടെ പെങ്ങൾക്ക് ലവൊക്കെ ടാബു ആയിരുന്നുടാ. പഠിക്കാൻ മാത്രം വിധിച്ചിട്ടുള്ള ജീവിയായിരുന്നു ഞാൻ. നവീൻ ചേട്ടനോ? നവീനോട് ചിമ്മുവിനെ കാണാൻ പോകുമ്പോൾ തന്നെ എനിക്കൊക്കെ പറയേണ്ടി വന്നു. എന്നെ കുറ്റപ്പെടുത്താൻ തോന്നിയിട്ടും എൻ്റെ അവസ്ഥ കണ്ടിട്ടാവണം നവീനൊന്നും പറഞ്ഞില്ല. അപ്പോൾ നവീനെങ്കിലും അവളുടെ ഒപ്പം നിന്നതിൽ താൽക്കാലികമായി അവൻ ആശ്വസിച്ചു. വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് നവീൻ പിറ്റേന്ന് അമ്മയും അച്ഛനെയും കൂട്ടി വീട്ടിൽ വന്നിരുന്നു. വന്ന പാടെ രാജീവേട്ടൻ അച്ഛനോടെല്ലാം പറഞ്ഞു. അച്ഛൻ സാധാരണ എൻ്റെ കാര്യത്തിൽ ഇടപെടാത്തതാ. ഏട്ടന്മാരൊക്കെ നോക്കിയിരുന്നേ. പക്ഷെ അന്നൊക്കെ കേട്ട് അച്ഛനും കൊണ്ടിളകി. നവീൻ തടയാൻ നോക്കിയെങ്കിലും അച്ഛനോടൊന്നും ഏൽക്കുമായിരുന്നില്ല നന്ദ. അതിൻ്റെ അർത്ഥം അവന് മനസ്സിലായിരുന്നില്ല. തന്നെ തല്ലിയോ മീര? അടിച്ചടാ. സങ്കടത്തിൽ അവൾ മുഖം തിരിക്കുന്നത് അവന് കണ്ടു നിൽക്കാനായില്ല. കണ്ണിലെ നീരുറവയും പൊട്ടി ഒലിച്ചിറങ്ങി. ഭാര്യപ്പുണർന്ന് മാപ്പ് പറയണമെന്നുണ്ട്, തലോടി ആശ്വസിപ്പിക്കണമെന്നുണ്ട്. തൊടാൻ തുടിച്ച കൈകളെ അവൻ ശാസിച്ചു. അടുത്തിരിക്കാൻ മടിക്കുന്ന ഒരാളെ നിർബന്ധിക്കാൻ കഴിയില്ലല്ലോ. നന്ദൻ തിരിഞ്ഞു നിന്ന് നീർത്തുള്ളികൾ വിരൽ പകർത്തി. അമ്മയും രാധികേച്ചിയും? ശബ്ദം കണ്ഠത്തിലിടറി. അമ്മ എന്ത് ചെയ്യാൻ? അച്ഛനെ പിടിച്ചു മാറ്റാൻ നോക്കി. രാധികേച്ചി ഏട്ടനെ. പക്ഷെ അവർക്കൊന്നും ഈ വീട്ടിൽ വോയിസ് ഇല്ല നന്ദ. അമ്മ പറഞ്ഞതാരും കേട്ടതുമില്ല. രാധികേച്ചി ഏട്ടൻ തല്ലുകയും ചെയ്തു. ഏട്ടത്തി അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ചേച്ചി അപ്പോ ഇവിടെ ഇല്ലേ? ഇല്ല, എല്ലാവരും ഏട്ടത്തിയെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയതാ. പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നം അവർക്ക് കുട്ടികൾ ഉണ്ടാകാത്തതായിരുന്നു. പോരാഞ്ഞിട്ട് നവീൻ ഒരു കുഞ്ഞാകുകയും ചെയ്തു. ഏട്ടൻ ട്രീറ്റ്മെന്റിനൊന്നും തയ്യാറായതുമില്ല. അതോടെ ഏട്ടത്തി ഒരിക്കലും ഇങ്ങോട്ട് വരില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ പാവത്തിന് സമാധാനം കിട്ടുന്നുണ്ടാവും. രാധികേച്ചിയോട് താൻ മിണ്ടാറുണ്ടോ? ചേച്ചിയോട് മാത്രമേ മിണ്ടാറുള്ളൂ. ഇപ്പൊ ഏട്ടൻ ട്രീറ്റ്മെന്റിന് പോകാറുണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്കൊക്കെ ചേച്ചി കോളേജിൽ കാണാൻ വരാറുണ്ട്. ആരതി ചേച്ചി? വല്ലപ്പോഴും മിണ്ടും. ചേച്ചി അപ്പോൾ ചിമ്മുവിനെ കൊണ്ട് ഹോസ്പിറ്റലായിരുന്നല്ലോ. അതുകൊണ്ട് കാര്യങ്ങളൊന്നും ചേച്ചി അധികം കണ്ടിരുന്നില്ല. പക്ഷെ ആരതി ചേച്ചി മധ്യസ്ഥ നിന്നാ വീട്ടുകാർ ഇപ്പോൾ എന്നോട് സംസാരിക്കാറ്. അതിൻ്റെ നീരസം മാത്രമേ എനിക്ക് ചേച്ചിയോടുള്ളൂ. അപ്പൊ നവീൻ ചേട്ടനോ? നവീൻ ചേട്ടൻ ഉണ്ടായിട്ട് എങ്ങനാടോ തൻ്റെ പഠിത്തം നിന്നേ? മീര അതിശയത്തോടെ അവൻ്റെ ഇരുണ്ടു മൂടിയ മുഖത്തെ നോക്കി. നന്ദൻ എങ്ങനെ അറിഞ്ഞു എൻ്റെ പഠിത്തം മുടങ്ങിയെന്ന്? ആൻറ്റോ പറഞ്ഞോ? അവനൊന്നും അറിയില്ല മീര.
ഞാനും അവനും താൻ എഞ്ചിനീയറിംഗിന് റിപ്പീറ്റ് ചെയ്യുന്നു എന്നാ വിചാരിച്ചാൽ, പക്ഷെ 3 വർഷം എഴുതിയിട്ടും തനിക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണോടോ? ശരിയാണ്, ആന്റോ ഒന്നും അറിയാൻ വഴിയില്ല. തന്നെ കൊണ്ടു നടന്ന് വഴി തെറ്റിച്ചതിന് തൻ്റെ വീട്ടിൽ നിന്നും അവൻ്റെ വീട്ടിൽ നിന്നും തല്ല് മേടിച്ചത് പോരാഞ്ഞിട്ട് രാജീവേട്ടൻ അവനെ വിലക്കിയതാണ് ഈ വീട്ടിൽ കാല് കുത്തരുതെന്ന്. പിന്നെങ്ങനെ നന്ദൻ അറിഞ്ഞു? ഇനി ആ ഉറങ്ങാത്ത കണ്ണുകളൊക്കെ ചിന്തിച്ചു കൂട്ടിയതാണോ? അതുകൊണ്ടാണോ രാവിലെ തന്നെ അവൻ തന്നെ തേടിയിറങ്ങിയത്? അച്ഛൻ്റെ രാജീവേട്ടൻ്റെ തീരുമാനമായിരുന്നു നന്ദ ഞാനിനി പഠിക്കേണ്ട എന്നത്. നവീൻ മാത്രം എതിർത്തു. എന്ത് കാര്യം? ആരും കേട്ടില്ല. പോരാഞ്ഞിട്ട് രാധികേച്ചിയുമായുള്ള പ്രശ്നത്തിന്റെ പഴിയൊക്കെ നവീൻ കേൾക്കേണ്ടി വന്നു. അവൻ എന്തിനാ ഇത്രയും നേരത്തെ കുട്ടിയായേ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആയപ്പോൾ അവൻ വീട്ടിൽ വരുന്നത് പാടെ കുറഞ്ഞു. അതിൻ്റെ കൂടെ എന്നെ വഷളാക്കിയത് അവനാണെന്ന കുറ്റപ്പെടുത്തലും. വേറെ വഴിയില്ലാതെ അവൻ എനിക്ക് വീട്ടിലിരുന്ന് എൻട്രൻസ് പ്രിപ്പയർ ചെയ്യാൻ ബുക്സ് മേടിച്ചു തന്നു. പക്ഷെ എനിക്കൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ല. ആ വർഷം ഞാൻ എൻട്രൻസ് എഴുതിയതുമില്ല. പിറ്റേ കൊല്ലം എൻട്രൻസ് എഴുതാൻ നിൽക്കുമ്പോഴാ മനസ്സിലായേ എൻ്റെ പഠിത്ത കാര്യത്തിൽ അവർ ശരിക്കും കർക്കശക്കാരാണെന്ന്. നവീനെ ഞാനും പറഞ്ഞു നോക്കി, ആരും കേട്ടില്ല. നവീൻ്റെ വീട്ടിൽ പോലും എന്നെ വിട്ടിട്ടില്ല. 2.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ വയസ്സ് എല്ലാവർക്കും പ്രശ്നമായി തുടങ്ങി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ ജയിലിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ നവീൻ ഒരു ബുദ്ധിയും കൊണ്ടുവന്നു. അവളെന്തോ കണ്ടതുപോലെ നന്ദനെ ഉറ്റുനോക്കി. യാര് മീറ പിന്നാടി? പ്രതീക്ഷിച്ച പോലെ പ്രശ്നം തുടങ്ങിയെന്ന് കരുതി അവൻ തിരിയാൻ തുടങ്ങും മുന്നേ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് നിലത്ത് കുനിഞ്ഞിരുന്നു. എന്നാച്ച്? നന്ദനൊന്നും മനസ്സിലാകാതെ എത്തി നോക്കാൻ ഒരുങ്ങിയതും അവൾ ടീഷർട്ടിൻ്റെ കയ്യിൽ പിടിച്ച് അവനെ താഴേക്ക് വലിച്ച് കൈവരിയുടെ പിന്നിലേക്ക് തള്ളി. ആന്റോയുടെ പപ്പ കണ്ടാൽ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. ഇവിടെ ഫ്രണ്ട്സ് വരുന്നത് അച്ഛൻ അറിയില്ലേ? അറിയാം, പക്ഷെ നന്ദനെ കാണണ്ട. കാണണ്ട? അമ്മയെ കാണിക്കാൻ തോന്നിയ ധൈര്യം അപ്പോഴേക്കും നശിച്ചിരുന്നു. അവൾ അവൻ്റെ കയ്യിലെ പിടിവിട്ടു. ടീഷർട്ട് നേരെയാക്കി നന്ദൻ നിലത്തിരുന്ന് കൈവരിയിൽ ചാരി. തൊട്ടടുത്ത് മീരയും. എന്തായിരുന്നു നവീൻ ചേട്ടൻ്റെ ഐഡിയ? എന്നെ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കാമെന്നത്. നന്ദൻ തീർത്തും മരവിച്ച് നിശ്ചലനായി. എവിടെ നിൽക്കിയോ ദേഷ്യം ഇരച്ചു കയറി. നവീൻ ചേട്ടനോ? എന്നെ രക്ഷപ്പെടുത്താൻ വേറൊരു വഴിയുമില്ലെന്ന് നവീനും തോന്നിക്കാണും. കെട്ടുപ്രായമായി, ഇനി എന്തായാലും പഠിപ്പിക്കാനും വിടില്ല എന്നായപ്പോൾ എല്ലാവർക്കും ആ ഐഡിയ നന്നേ ബോധിച്ചു. കെട്ടുകഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന കൂട്ടർ വേണമെന്നായിരുന്നു നവീൻ്റെ ഡിമാൻഡ്. താൻ അറിയാതെ എന്തൊക്കെ അവൾ ഒറ്റയ്ക്ക് സഹിച്ചിരിക്കുന്നു. എന്നിട്ട് താൻ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാൻ? ഏതോ ഒരുത്തൻ എന്നെ കാണാനും വന്നു. അവൻ്റെ ചങ്ക് പിടഞ്ഞു. മീര നോക്കി പുഞ്ചിരിച്ചു. അപ്പോഴാ എൻ്റെ ഉള്ളിലെ വടയക്ഷി പുറത്ത് ചാടിയത്. കയ്യിൽ കിട്ടിയതൊക്കെ എറിഞ്ഞുടച്ച് ശരിക്കും ഞാനൊന്നിവിടെ താണ്ഡവമാടി. കാണാൻ വന്നവനൊക്കെ ഏതോ വഴിക്കോടി. നന്ദൻ നൊമ്പരത്തിൽ പൊതിഞ്ഞ് ചിരിക്കാൻ ശ്രമിച്ചു. അപ്പുറം പിന്നെന്താ? എൻ്റെ കാര്യം സംസാരിക്കാൻ ഒരുത്തനും വേണ്ട, ഞാൻ മതിയെന്ന് എനിക്കങ്ങ് തോന്നി. പിന്നെ വെറും ധിക്കാരം, അഹങ്കാരം, അഹംഭാവം മാത്രം. അതിനും കുറെ തല്ല് കിട്ടി. അതിനും എൻ്റെ വക വാശി, തോന്നിയാസം, ഹുങ്ക്. അത് പറയുമ്പോഴുള്ള ആവേശം നന്ദൻ കൺചുമാതെ കണ്ടു. ആരെയും മൈൻഡ് ചെയ്തില്ല. പിന്നെ എഞ്ചിനീയറിംഗ് ഒക്കെ ഞാൻ പണ്ടേ വിട്ടിരുന്നു. ഡിഗ്രി എങ്കിൽ ഡിഗ്രി എന്ന് വിചാരിച്ച് ഞാൻ തന്നെ അപ്ലൈ ചെയ്തു. സ്കോളർഷിപ്പും കൂടി കിട്ടിയതോടെ എല്ലാം സേഫ്. ഫുഡിന് മാത്രം ഞാൻ ഇപ്പോഴും ഇവരോട് ഡിപ്പെൻഡൻ്റാ. ബാക്കി എൻ്റെ കാര്യം തീരുമാനിക്കാനുള്ള അധികാരമൊക്കെ ഞാനിപ്പോൾ എനിക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മീര പറഞ്ഞു നിർത്തി ദീർഘമായി നിശ്വസിച്ചു. ആദ്യമായാണ് നടന്നതൊക്കെ ഒരാളോട് പറയുന്നത്. ആദ്യമായാണ് ഒരാൾ അതൊക്കെ കേൾക്കാൻ തയ്യാറാകുന്നത്. അവൾ നന്ദനെ നോക്കി. അഭിമാനം, സന്തോഷം, സങ്കടം, കുറ്റബോധം, ദേഷ്യം, അങ്ങനെ 1000 ഭാവങ്ങൾ അവനിൽ തെളിയുന്നുണ്ടായിരുന്നു. ക്യാൻ ഐ ഹഗ് യു മീര? അപ്രതീക്ഷിതമായിരുന്നു ചോദ്യം. അവളുടെ ഹൃദയം പടപടാന്ന് കുതിക്കാൻ തുടങ്ങി. ഇതിനും വേറൊരർത്ഥവും കാണണ്ടടോ. പെട്ടെന്ന് അവൾ കൈവരിയിലൂടെ തലയെത്തി നോക്കി. ആൻഡ്രോയുടെ പപ്പ പോയിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു നന്ദൻ. ചടപ്പോടെ മീര എണീറ്റ് നന്ദനെ നോക്കി. തന്നെ ക്ഷണിച്ച് കൈകൾ വിടർന്നു നിൽക്കുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം. ശബ്ദമുണ്ടാക്കാതെ അവളുടെ കാലുകൾ ചലിച്ചു. ഉടൽ അവനിൽ പതിയെ ചാരി. നെഞ്ചിൽ തലചായ്ച്ച് ഇടുപ്പിലൂടെ അവനെ ചുറ്റിപ്പിടിച്ചു. നന്ദന്റെ കരങ്ങൾ അവളുടെ കഴുത്തിന് ചുറ്റും വലയം തീർത്ത് അവളെ തന്നോട് ചേർത്തു. കണ്ണടച്ചിരുവരും ഗാഠമായി നിശ്വസിച്ചു കൊണ്ടിരുന്നു. വർഷങ്ങളുടെ പിരിമുറുക്കം. ഒന്ന് ശാന്തമാകാൻ കൊതിച്ച് അവർ അചഞ്ചലമായി നിന്നു. മന്നിപ്പിയാടി എന്ന പെട്ടെന്നുള്ള കാതിലെ സ്വരം മീരയെ വിറപ്പിച്ചു. എന്തിന്? തനിയാ വിട്ടു പോണതുക്ക്? നീ പോയില്ലെങ്കിലും ഇതൊക്കെ തന്നെ നടക്കുമായിരുന്നടാ. ആരും നമ്മളെ കേൾക്കില്ലായിരുന്നു നന്ദാ. എന്നാലും എങ്ങനെയാടോ ഇതൊക്കെ? ഞാനല്ലേ മീര അന്നാ ചുമരിൽ ചാരിയിരുന്നേ? ആ മിസ് ആരെയും ഫോൺ ചെയ്തില്ലടോ. ഞാൻ കേട്ടതാ. നമ്മളെ വെറുതെ വിരട്ടിയിട്ട് വിടുന്ന മീര ഞാൻ കരുതിയേ. പക്ഷെ അപ്പോഴേക്കും താൻ പറയേണ്ടതൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ ദേഷ്യത്തിലാ ഞാൻ. ഒരു കൈ അവളുടെ കേശത്തിൽ ഒഴുകിയിറങ്ങി. ചുണ്ടുകൾ കാതിൽ തൊട്ടുരുമി. ഐ എം റിയലി വെരി സോറി മീര. അവൾ ഞെരിപിരി കൊണ്ടു. എന്നാൽ അടർന്നു മാറിയില്ല.
മാറാൻ മനസ്സ് അനുവദിച്ചില്ല. ഇല്ല നന്ദ, ഞാൻ അത്രയും ചെയ്തിട്ട് പ്ലീസ് സോറി പറയല്ലേ. ഇടയിലുള്ള കുറച്ചെങ്കിലും അകലം നികത്താൻ മീര അവനിൽ അമർന്നുകൊണ്ടിരുന്നു. ഉള്ളിലെ ക്ഷോഭം ശമിപ്പിക്കാൻ ആഗ്രഹിച്ച് നന്ദൻ്റെ കരങ്ങളും അവളെ വരിഞ്ഞു മുറുകി. എനിക്കൊരു പാട്ട് പാടാവോ നന്ദ? ഉള്ളിലെ +2കാരി പുറത്തു വന്നിരുന്നു. ചുണ്ടുകൾ ചിരിക്കുന്നത് അവൾ കേട്ടു. എന്നെ പാടണം എന്തേലും. അധരങ്ങൾ ശബ്ദം താഴ്ത്തി അവൾക്ക് വേണ്ടി മാത്രം പാടാനൊരുങ്ങി. വർഷങ്ങൾക്ക് ശേഷം അവൾ ആ ശബ്ദം കണ്ണടച്ച് ശ്രവിച്ചു. ഏതോ ഒരു പാട്ട് എൻ കാതിൽ കേൾക്കും, കേൾക്കും പോതെല്ലാം ജ്ഞാപകം താലാട്ടും. കാതിൽ നിന്ന് തുടങ്ങിയ തിര അവളുടെ ഉടലാകെ പാഞ്ഞു. എൻ കൺകളിനെ മുകളില് ஞாபகம் சிறகடிக்கும், நான் சுவாசிக்கும் மூச்சினில உன் ஞாபகம் கலந்திருக்கும். ശരിക്കും ശരിക്കും അവൾ പുഞ്ചിരിച്ചു. ஞாபகങ്ങൾ മഴയാകും, ஞாபகങ്ങൾ കൂടെയാകും, ஞாபகങ്ങൾ തീമൂற்றும், ஞாபகങ്ങൾ നീരൂற்றும். കവിതേ என்றாலே உன் பேரின் ஞாபகமே. ഈ പേരിൽ വേറെ ആരെ അറിയില്ലേ? എനക്ക് നീതാ. കേൾക്കും ഇസையெல்லாம் നീ பேசும் ஞாபகமே. കേട്ടാത്തൊന്നും ഞാൻ കാരണം നന്ദൻ പാടാൻ തുടങ്ങിയതെന്ന് ഉനക്ക് தெரியாதா? ഞാനിങ്ങനെ ഓപ്പണായിട്ട് പാടാൻ തുടങ്ങിയത് ആക്ച്വലി തൻ്റെ കൂടെ കൂടിയിട്ടാ മീര. എൻ്റെ ഫസ്റ്റ് ഡേ തന്നെ ആ വാതിൽ കണ്ടപ്പോൾ തുടങ്ങിയതാ. അതുവരെ ഞാൻ ജസ്റ്റ് ഒരു ബാത്റൂം സിംഗറായിരുന്നു. നന്ദന് എന്നെ ഫസ്റ്റ് കാണുമ്പോഴേ ഇഷ്ടമായിരുന്നു മീര. കണ്ട നാൾ മുതൽ കൊണ്ടു നടക്കുന്നതാടോ ഞാൻ. തന്നോട് മിണ്ടാൻ വേണ്ടിയാ തൻ്റെ ബുക്സ് വാങ്ങിയത്, തന്നോട് ഫ്രണ്ടാവാൻ വേണ്ടിയാ ആൻഡ്രോയോട് കമ്പനി ആയത്. അങ്ങനെയാ ഞാനൊരു ബാക്ക് ബെഞ്ചറായത്. വാക്കുകളും സ്പർശനങ്ങളും അവളെ പൊള്ളിച്ചു കൊണ്ടിരുന്നു. ഒരു തൊട്ടാവാടി പോലെ അവൾ നന്ദനിൽ ഊർന്നു വീണു. അവൻ കാതിൽ ചിരിച്ചു. മീരയുടെ ഒരു കൈ അവൻ്റെ പിന്നിലൂടെ ചുമലിൽ അള്ളിപ്പിടിച്ചു. വിട്ടുമാറാൻ തോന്നുന്നില്ല. ഇതാണ് സമാധാനമെന്ന് തോന്നിപ്പോകുന്നു. ഇവിടം വിട്ടു പോകാനോട്ട് മനസ്സുണ്ടായിട്ട് പോയതല്ല മീര ഞാൻ. പക്ഷെ നിന്നാൽ തന്നെ ബുദ്ധിമുട്ടിക്കുമോ എന്ന് തോന്നി. പിന്നെ എല്ലാം മറക്കണമല്ലോ. ഒരു വർഷം മുഴുവൻ ശ്രമിച്ചു തോറ്റവനല്ലേ മീര ഞാൻ. അകൽച്ചയെങ്കിലും ചിലപ്പോൾ എല്ലാം മറക്കാൻ സഹായിച്ചാലോ. എന്നിട്ട് മറന്നോ നന്ദ? മറന്നെങ്കിൽ ഇപ്പോൾ താനിവിടെ ഇങ്ങനെ നിലയില്ലാ കയത്തിൽ നിൽക്കൂ. മീരയുടെ പിടിക്കുള്ളിൽ അവൻ്റെ ഷർട്ട് ചുരുണ്ടുകൂടി. പറ നന്ദ, മറന്നോ എന്നെ? താൻ മറന്നോ എന്നെ? ഹൃദയം പൊട്ടാൻ തയ്യാറായി. തിരകൾ ആഞ്ഞടിക്കാൻ കുതിച്ചു. സുല്ലുമീ. പെട്ടെന്ന് താഴെ ഗേറ്റ് തുറക്കപ്പെടുന്ന ഒച്ചയും മീരു എന്നുള്ള വിളിയും കേട്ടവൾ അടർന്ന് പിന്നിലേക്ക് മാറി. ഗേറ്റിലൂടെ ഒരു ബൈക്ക് അകത്തേക്ക് കടന്നിരുന്നു. രാവിലെ കയറിയതല്ലേടി അതിൻ്റെ മുകളിൽ? ഇറങ്ങി വാടി കഴിക്കാൻ. അമ്മയുടെ ഉച്ചയ്ക്ക് പിറകെ അച്ഛൻ്റെ ശബ്ദവും. മുകളിലെന്തോന്ന്? 2 തുണി വിരിക്കാൻ പോയത്? പേരെന്തോന്ന്? നിങ്ങളെന്താ നേരത്തെ? ശേഖരൻ മിണ്ടാതെ മുഖം വീർപ്പിച്ച് അകത്തേക്ക് കയറിപ്പോയി. മീരയ്ക്കൊന്നും മനസ്സിലായിരുന്നില്ല. ഹൃദയം ഉയർന്നു പൊങ്ങുന്നു. നന്ദൻ അതേ നെഞ്ചെടുപ്പോടെ നിന്ന് തന്നെ നോക്കുന്നു. കണ്ണുകളിൽ താൻ കൊളുത്തിയ വികാരങ്ങൾ. സ്ഥലകാലബോധം തിരിച്ചു കിട്ടി അവൾ ചുറ്റും കണ്ണോടിച്ചു. ആരും കണ്ടിട്ടില്ല. അവനോട്ട് അഭിമുഖീകരിക്കാനും കഴിയുന്നില്ല. മീര തിരിഞ്ഞു നിന്നു. എന്താ നടന്നത് തങ്ങൾക്കുള്ളിൽ? ഇതിനും വേറൊരർത്ഥവും കാണണ്ടടോ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാ തങ്ങൾ ചെയ്തത്? പറ നന്ദ, മറന്നോ എന്നെ? താൻ എന്തിനാ അത് ചോദിച്ചത്? എല്ലാം നിർത്തിയതല്ലേ താൻ? മീര. പിന്നിൽ നിന്നുള്ള വിളി അവളെ അടിമുടി വിറപ്പിച്ചു. ആ ശബ്ദത്തിലുണ്ട് അവൻ്റെ ശ്വാസത്തിലെ താളപ്പിഴ. ഒന്ന് അലറാൻ തോന്നുന്നുണ്ട്. ഹേയ്. അവൻ അടുത്തേക്ക് നടന്നെടുക്കുന്നു എന്ന് തോന്നിയതും അവൾ 2 അടി വെച്ചത് കണ്ട് നന്ദൻ അറച്ചു നിന്നു. മീര. നന്ദൻ പൊയ്ക്കോ. ഒന്ന് നോക്ക പോലും ചെയ്യാതെ വന്നു മറുപടി. അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ വേറെ ഫ്രണ്ട്സിനെ കണ്ടിട്ടില്ലേ? ഇല്ല, അച്ഛനുള്ളപ്പോൾ ആരും വരാറില്ല. എന്നെ കണ്ടാൽ തനിക്ക് പ്രശ്നമാവോ? ഇല്ല, പക്ഷെ അച്ഛൻ നിന്നെ ഒരിക്കലും മറക്കില്ല. അത് പരവാല്ല. ഇല്ല നന്ദ, പൊയ്ക്കോ. അവൾ ഒഴിഞ്ഞു മാറുകയാണ്. എനിക്കും താഴേക്ക് പോകണം. കുറേ നേരമായി. മീര നടന്ന് ബക്കറ്റ് എടുക്കാൻ തുണിഞ്ഞ കയ്യിൽ പൊടുന്നനെ പിടി വീണിരുന്നു. എന്നെ പാര് മീര. അവൾ അതേ കിടപ്പോടെ നിന്നു. തിരിയാനുള്ള ശക്തിയില്ല. നന്ദ പ്ലീസ്, ജസ്റ്റ് 5 minutes ഞാൻ പോവും. ഇങ്ങ പാര്. നിവൃത്തിയില്ലാതെ അവൾ അവനിലേക്ക് തിരിഞ്ഞു. കയ്യിലെ പിടിവിട്ടവൻ താഴ്ന്ന മുഖം പിടിച്ചുയർത്തി. കണ്ണിൽ നോക്കി നിൽക്കുന്നവനെ അവൾ ഭയചകിതയായി നോക്കി. എനക്ക് പുരിയുത്. ഞാനും വന്നത് ഇതിനല്ല. അതും ഇത്രയും പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക്. പക്ഷേ അവൻ ശ്വാസം നീട്ടിയെടുത്തു. വി ആർ അഡൾട്ട്സ് നൗ മീര.
ഇതിനെപ്പറ്റി ആലോചിച്ചാണ് താൻ ടെൻഷനാകുന്നതെങ്കിൽ വേണ്ട, ഇതേപ്പറ്റി സംസാരിക്കാൻ ഞാനായിട്ട് വരില്ല. തലയിലെ ഭാരം പെട്ടെന്ന് കുറഞ്ഞ പോലെ അവൾക്ക് തോന്നി. ആശ്വാസം അവളിൽ നിറയുന്നത് അവനെയും ശാന്തമാക്കി. താൻ പറഞ്ഞ പോലെ നമുക്ക് ഫ്രണ്ട്സായി തന്നെ ഇരിക്കാം മീര, വേറൊന്നും വേണ്ട. എനക്കും പഠിപ്പ് താൻ ഇപ്പം മുഖ്യം. നിറഞ്ഞ സന്തോഷത്തിൽ അവൾ തലകുലുക്കി. ശരിക്കും അപ്പോഴൊന്ന് കെട്ടിപ്പിടിക്കണമെന്ന് അവൾക്ക് തോന്നിയിരുന്നു. ഒരിക്കൽ കെട്ടിപ്പിടിച്ചത് പറഞ്ഞു തീർക്കുമ്പോഴാ അടുത്തത്. എന്നാൽ ഞാൻ പോട്ടെ. നിറഞ്ഞ പുഞ്ചിരിയോടെ നന്ദൻ പടികളിറങ്ങി. ബൈക്കിന് കിക്കറടിച്ച് ടെറസിലേക്ക് നോക്കി. ബൈ. ചുണ്ടുകൾ ചലിപ്പിച്ച് ബുള്ളറ്റ് ശാന്തമായി നീങ്ങി. നാളുകൾക്ക് ശേഷം രാത്രി അവൾ ടെറസിലേക്ക് വരുന്നത് കാത്തൊരാൾ നേരത്തെ തന്നെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. ദിനവും അമ്പു തൊടുത്ത് നിൽക്കുന്ന വേട്ടക്കാരൻ നിന്ന് കൈകൾ വിടർത്തി നിൽക്കുന്നത് കണ്ടവൾ പൊട്ടിച്ചിരിച്ചു. ഈ ടീഷർട്ട് മാറ്റാറായില്ലേടോ? വേട്ടക്കാരൻ കളിയാക്കി. പിന്നെ മാറ്റാം, അവൾ ചമ്മലോടെ ചിരിച്ചു. അതേ ചോദ്യം വേട്ടക്കാരൻ മറ്റൊരാളോടും ചോദിച്ചു നോക്കി. നോവേ, പോയി പണി നോക്ക് മാഷേ. ഇത്തവണ ഉത്തരം കേട്ട് വേട്ടക്കാരൻ ചൂളിപ്പോയി. ടെറസിലെ നിലത്ത് നീണ്ടു നിവർന്ന് കിടന്ന് ടീഷർട്ടിലെ ഗന്ധത്തെ ആവോളം നുകർന്നുകൊണ്ടിരുന്നു നന്ദൻ.